ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു പ്ലാന്റ് ഹാങ്ങറാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ പ്ലാസ്റ്റിക് പോട്ടാണ്. ഇത് നൂഡിൽസ് വരുന്ന കപ്പാണ് ഞാനിതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പുറമേ ഉള്ള ഭാഗം പേപ്പറാണ്. അതെടുത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഹോൾ കൊടുക്കണം. ഇപ്പോൾ ഹോൾ കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം ഇത്തരം വയർ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. ഇത് കട്ടി കുറഞ്ഞ വയറാണ്. അപ്പോൾ ഇതേ അളവാണ്, ഇത്രയും ആയിരിക്കും നമുക്ക് പാകം. ഇതേപോലെ മെലിഞ്ഞ വയറാണ്. അപ്പോൾ ഇതിൻ്റെ അളവ് നോക്കാം. 1.5 മീറ്ററാണ്, 1.5 മീറ്ററാണ്, 60 ഇഞ്ചസാണ്. ഇപ്പോൾ 60 ഇഞ്ചസാണ് 1.5 മീറ്റർ. അതിൻ്റെ 4 പീസാണ് വയറെടുത്തിരിക്കുന്നത്. ഇപ്പം 60 ഇഞ്ചസിൻ്റെ 4 പീസാണ് എടുത്തിരിക്കുന്നത്. ശേഷം നമ്മളതിനെ 2ആയിട്ട് മടക്കുക. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഹാഫ് ആക്കിയിട്ട് ഇപ്പം 1.5 മീറ്ററിൻ്റെ ഈ വയറിനെ 2ആയിട്ട് മടക്കി അപ്പം നമ്മൾക്ക് ഡബിളാവും. ശേഷം നമ്മൾ ചേർത്ത് ഒരേ ലെവലിൽ ചേർത്ത് പിടിച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾക്ക് 8 എണ്ണം ആകും. ശേഷം നമ്മൾക്കവിടെ കുറച്ച് ഭാഗമൊന്ന് വിട്ടിട്ട് നമ്മൾക്ക് കെട്ട് കൊടുക്കണം. ഇപ്പോൾ ഞാനിതിന് ഹൂക്കിടാതെ ഞാനൊരു കമ്പിയിൽ ഇങ്ങനെ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് അത്രയും ബാലൻസ് വിട്ടിട്ട് ഞാൻ കെട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾക്ക് നല്ലതുപോലെ അത് ഓരോ വയറും പിടിച്ച് നല്ലതുപോലെ ടൈറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ലൂസാവും. ഇപ്പോൾ കെട്ട് കൊടുത്തു കഴിഞ്ഞു. ഇപ്പം നമ്മൾക്ക് അതിന് ശേഷം 9 ഇഞ്ച് വിട്ടതിന് ശേഷം നമുക്ക് അവിടെ ഓരോന്നും ഈ 2 വയറ് ചേർത്തിട്ടാണ് നമ്മൾ കെട്ടിടുന്നത്. ഇപ്പോൾ നമ്മൾക്ക് 8 പീസ് വയറാണ് ഇതിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 2 വയറെടുക്കുക. ആ മുകൾ ഭാഗത്ത് ഇങ്ങനെ റൗണ്ടായിട്ട് കിടക്കുന്നതിൽ നിന്ന് നമുക്ക് 2 വയറെടുത്ത് 2 എണ്ണം ചേർത്ത് 9 ഇഞ്ച് വിട്ടതിന് ശേഷം ഒരു നോട്ട് കൊടുക്കുക. ഒരു നോർമൽ കെട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ 9 ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ. ഇപ്പോൾ കുറച്ച് ചെറിയ പോട്ടായതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും വിട്ടാൽ മതിയാകും. നമുക്ക് ഒരുപാട് താഴേക്ക് ഹാങ് ചെയ്തിടണ്ടെങ്കിൽ നമുക്ക് 9 ഇഞ്ച് കൊടുത്താൽ മതി. ഇപ്പം 9 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഓരോ നോട്ട് കൊടുക്കണം. 2 വയറ് ചേർത്താണ് കെട്ടിടുന്നത്. ഇപ്പം നമുക്ക് 8 വയറാണ്. അത് 2 എണ്ണം ചേർത്ത് കെട്ട് കൊടുത്ത് ഇപ്പം 4 എണ്ണം ആക്കി നമ്മൾ. എല്ലാം ഒരേ ലെവലിന് 9 ഇഞ്ച് വിട്ട് കെട്ട് കൊടുക്കാം. ശേഷം നല്ലതുപോലെ ടൈറ്റ് ചെയ്യുക. ഓരോന്നും ആ കെട്ടിട്ടതിൻ്റെ അളവ് ചേർത്ത് നോക്കിയിട്ടാണ് ഞാൻ കെട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ 4 ഇടത്ത് നമ്മൾ കെട്ട് കൊടുത്തു കഴിഞ്ഞു. 2 വയർ ചേർത്ത് അപ്പോൾ നമ്മൾ 4ആയിട്ട് വെച്ചതിന് ശേഷം ഇപ്പോൾ 4 പീസായിട്ടാണ് നമുക്കുള്ളത്. ശേഷം നമ്മൾ ഒരു പീസ് എടുത്തതിന് ശേഷം ഒരു കെട്ട് കൊടുത്ത ഒരെണ്ണത്തിൽ നിന്നും ഒരെണ്ണം എടുക്കുക, അടുത്തതിൽ നിന്ന് ഒരെണ്ണം എടുക്കുക. അങ്ങനെ 2 എണ്ണത്തിൽ നിന്ന് ഓരോന്ന് എടുത്ത് 2 ഇഞ്ച് വിട്ടതിന് ശേഷം ഒരു കെട്ട് കൊടുക്കുക. ഇപ്പോൾ 2 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മൾ നോട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ 2 എണ്ണത്തിൽ നിന്ന് ഓരോന്നാണ് എടുത്തിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ ഒരു ഭാഗത്തുനിന്ന് ഒരെണ്ണം എടുത്തു, അപ്പോൾ അതിൻ്റെ ബാലൻസ് ഒരെണ്ണം ഉണ്ട്. അപ്പം ആ ബാലൻസ് ഉള്ള ഒരു വയറും റൈറ്റ് സൈഡിൽ നിന്ന് ഒരു വയറും കൂടി എടുത്ത് വീണ്ടും നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. ആ രണ്ടെണ്ണത്തിൽ നിന്നും ഓരോ വയറെടുത്ത് നമ്മൾ വീണ്ടും കെട്ടുകൊടുക്കുകയാണ്. എല്ലാം ഞാൻ 2 ഇഞ്ച് ഇട്ടിട്ടാണ് ഇപ്പോൾ കെട്ടുന്നത്. അങ്ങനെയാണ് നോട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ അടുത്തത് ഇപ്പോൾ 2 എണ്ണം, ഇപ്പോൾ 3 എണ്ണം തങ്ങളിൽ ജോയിൻ ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ബാലൻസ് ഒരെണ്ണം ഉണ്ട്, അതും അടുത്തതിൽ നിന്ന് ഒരെണ്ണം കൂടി ചേർത്ത് 2 എണ്ണത്തിൽ നിന്ന് ഓരോ പീസ് എടുത്ത് വീണ്ടും ഒരു കെട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് 2ാമത്തെ റൗണ്ടാണ് നമ്മൾ കെട്ടിടുന്നത്. സെക്കൻഡ് റൗണ്ടാണ് നോട്ടിടുന്നത്. ഇനി നമ്മൾക്ക് ഈ റൗണ്ട് നമുക്ക് ജോയിൻ ചെയ്യണം. ഇപ്പോൾ 2 എണ്ണവും ഓരോ പീസുണ്ട് ബാലൻസ്, അത് രണ്ടും കൂടി ചേർത്ത് ഉള്ളിലോട്ട് പോയി കുരുങ്ങാതെ ലെവലിന് തന്നെ വെച്ചിട്ട് കെട്ടിടണം. ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ പ്ലാസ്റ്റിക് പോട്ടൊക്കെ ചെറുത് നമുക്ക് ചെറിയ ചെടികളോ ഹാങ്ങിങ് പ്ലാന്റ്സൊക്കെ വെക്കാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ 2 റൗണ്ട്, സെക്കൻഡ് റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി അതേപോലെ തന്നെ 2 ഇഞ്ച് എടുത്തതിന് ശേഷം ഇപ്പോൾ ഇങ്ങനെ വെച്ച് കാണിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ വീണ്ടും നമ്മൾക്ക് അടുത്ത റൗണ്ടാണ്, 3ാമത്തെ റൗണ്ടാണ് നമ്മൾ ഇനി ചെയ്യുന്നത്. അപ്പോഴും നമ്മൾ 2 എണ്ണത്തിൽ നിന്ന് ഓരോന്നെടുക്കുക, ഓരോ പീസ് എടുത്തിട്ട് ജോയിൻ ചെയ്യുക. വീണ്ടും നമ്മൾ കെട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്തതിൽ നിന്ന് ഇനി ഒരു പീസ് ബാലൻസ് ഉണ്ട്, അതും 2 എണ്ണം ചേർത്ത് വീണ്ടും നമ്മൾ അടുത്ത 2 എണ്ണം ചേർത്ത് വീണ്ടും കെട്ട് കൊടുക്കുക. രണ്ട് ഇഞ്ച് വിട്ടിട്ടാണ് കെട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾക്ക് അതുപോലെ തന്നെ 2 ഭാഗത്തു നിന്നും 2 എണ്ണം എടുത്ത് വീണ്ടും അതുപോലെ തന്നെ ജോയിൻ ചെയ്യുക, ഓരോ കെട്ട് കൊടുക്കുക. വീണ്ടും അടുത്ത ഒരെണ്ണവും ആ റൗണ്ടും കൂടി നമുക്ക് കംപ്ലീറ്റ് ആവും. അത് ചേർത്ത് നോക്കിയിട്ടാണ് ഞാൻ കെട്ടിടുന്നത് 2 ഇഞ്ചിൻ്റെ. ഇപ്പം നമ്മൾക്ക് 3 റൗണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. 3rd റൗണ്ടും കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾക്ക് വീണ്ടും അതുപോലെ തന്നെ 2 ഭാഗത്തു നിന്നും ഇനി നമ്മൾക്ക് 1.5 ഇഞ്ച് എടുത്തിട്ടാണ് ഞാൻ കെട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ താഴ്വശം വരുമ്പോൾ അവിടെ വലിപ്പം കുറഞ്ഞാണ് വരുന്നത്, അതാണ്. അപ്പോൾ നമ്മൾക്ക് കുറച്ച് ഫിറ്റായിട്ടിരിക്കും. വീണ്ടും 2 ഭാഗത്തു നിന്ന് ലെഫ്റ്റ് റൈറ്റ് 2 ഭാഗത്തു നിന്ന് ഓരോ പീസ് എടുത്ത് വീണ്ടും ജോയിൻ ചെയ്യുക. ഇപ്പോൾ 4th റൗണ്ടാണ്, 4 റൗണ്ടാണ് ഞാൻ കെട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 1.5 ഇഞ്ച് 1.5 ഇഞ്ചാണ് എടുത്ത് ലാസ്റ്റ് റൗണ്ട് കെട്ട് കൊടുക്കുന്നത്. വീണ്ടും 2 ഇടത്തു നിന്ന് ഓരോ വയറെടുത്ത് വീണ്ടും കെട്ട് കൊടുക്കുക. ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഇപ്പോൾ വലിപ്പമുള്ള ഇതുപോലുള്ള പ്ലാസ്റ്റിക് വലിപ്പമുള്ള കപ്പാണെങ്കിൽ നിങ്ങൾക്ക്, ഇപ്പം ഞാൻ 4 പീസാണ് എടുത്തിരിക്കുന്നത്, അപ്പം നിങ്ങൾക്ക് 6 പീസ് എടുക്കാം. അപ്പോൾ 12 നമ്മൾക്ക് കിട്ടും. ഇല്ലെങ്കിൽ 8 പീസ് എടുക്കാം. ഇതിപ്പം ഞാൻ 4 പീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 6 പീസ് എടുത്താൽ കുറച്ചുകൂടി വലുതായിട്ട് കിട്ടും.
അപ്പോൾ വീണ്ടും അതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾക്കിപ്പോൾ ഇത്രയും മതിയാകും. ഇപ്പോൾ 4 റൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. ശേഷം 1.5 അല്ലെങ്കിൽ 2 ഇഞ്ച് വീണ്ടും വിട്ടതിന് ശേഷം വേണം എല്ലാം കൂടി ചേർത്ത് ഒരേ ലെവലിൽ ചേർത്ത് വെച്ചതിന് ശേഷം കെട്ട് കൊടുക്കണം. എല്ലാം നല്ലതുപോലെ ഒന്നുകൂടി ടൈറ്റ് ചെയ്തിട്ട് എല്ലാം ഒരേ ലെവലിന് വെച്ചതിന് ശേഷം വയറ് തങ്ങളി കുരുങ്ങാതെ എല്ലാം ഒരേ ലെവൽ വെച്ചതിന് ശേഷം ഒരു 1.5 ഇഞ്ച് വിട്ടാൽ മതിയാകും. വിട്ടിട്ട് വേണം എല്ലാം കൂടി ചേർത്ത് കെട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഓരോ വയറും പിടിച്ച് നല്ലതുപോലെ ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ മണ്ണ് നിറച്ച് പോട്ട് വെക്കുമ്പോൾ പിന്നെ ഇത് ലൂസാവത്തില്ല. ശേഷം അത് ഒരേ ലെവലിലൊന്ന് കട്ട് ചെയ്യുക. ശേഷം നമ്മൾക്കതിൽ നിന്ന് ലെഫ്റ്റിലോട്ടൊന്ന് ഓരോ വയറും പിടിച്ചൊന്ന് തിരിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഓരോ ഇഴയായിട്ട് വരും. അങ്ങനെ എടുത്ത് ഇട്ടാലും കുറച്ച് ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ ഓരോന്ന് എടുത്ത് ഓരോ ഇഴയും എടുത്ത് വിട്ടിട്ട് ഒരേ ലെവലിന് കട്ട് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മൾക്കിത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ 4 റൗണ്ടാണ് ഞാൻ നോട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ പ്ലാസ്റ്റിക് കപ്പിലൊക്കെ നമ്മൾക്ക് ഇതുപോലെ ചെറിയ ചെടികൾ, ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ നമ്മൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യാം. നമുക്ക് ഹാങ് ചെയ്തിടാം എവിടെ വേണമെങ്കിലും. ഇപ്പോൾ ഞാൻ പ്ലാന്റ്സൊക്കെ വേര് പിടിപ്പിക്കാൻ ഞാൻ ഇതിലാണ് നട്ടു വയ്ക്കുന്നത്. പക്ഷേ നല്ല ബുഷിയായിട്ട് നല്ലതുപോലെ തന്നെ വളരുന്നുണ്ട്. നമ്മൾ ലെഫ്റ്റിലും റൈറ്റിൽ നിന്നും ഓരോ വയറെടുത്ത് വീണ്ടും കെട്ടിട്ടു. വീണ്ടും നെക്സ്റ്റ് റൗണ്ടും അങ്ങനെ തന്നെ ലെഫ്റ്റ് റൈറ്റിൽ നിന്നും ഓരോന്നും എടുത്താണ് കെട്ടിടുന്നത്. അപ്പോൾ ഇത് ഞാൻ വേര് പിടിപ്പിക്കാൻ വെച്ചതാണ്. പക്ഷെ നല്ല ബുഷിയായിട്ട് വളരുന്നുണ്ട്. ഹാങ്ങിങ് പ്ലാന്റ്സൊക്കെ നല്ല ഭംഗിയായിട്ട് ഇടതൂർന്ന് വളർന്ന് വരുന്നുണ്ട്. അധികം വിസ്താരമില്ലെങ്കിൽ നല്ല ഭംഗിക്ക് വളർന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിനധികം വിലയും ഇല്ല വയറിന്. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം ചെറിയ ചെറിയ കപ്പിലൊക്കെ. ഇപ്പോൾ ഇത്ര വിസ്താരമില്ലാത്ത കപ്പുകളാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 2 ഇഞ്ച് എന്നുള്ളത് 1.5 ഇഞ്ച് വിട്ട് കെട്ടിയാൽ മതി. ഓക്കെ, താങ്ക് യു.